ഹലോ, ആശിഷ് കണ്ണനുണ്ണി ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ചെറിയതായിട്ടൊരു പ്ലാനൊക്കെ ഇട്ടിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് വന്നേ ഉള്ളൂ. നല്ല ചൂടുണ്ടേ. ഞാൻ ആദ്യം വീടിന്റെ പുറത്തോട്ടുള്ള വ്യൂ കാണിച്ചു തരാം. ഭയങ്കരമായിട്ട് വെയിൽ കത്തി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു വിഷ്വലും കൂടെ ഉണ്ട്. കണ്ടോ, വെയിൽ കത്തി കിടക്കുകയാണ്. പക്ഷേ ആ കൊന്ന പൂത്ത് നിൽക്കുന്നത് കണ്ടോ, എന്ത് മനോഹരമാണെന്ന് നോക്കി. ഭയങ്കര രസമുള്ള വ്യൂ കേട്ടോ. നേരെ ഫ്രണ്ടിൽ കുളമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ ചെടിയൊക്കെ ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. അവിടെ കൊന്നയുണ്ട്. രാവിലെ കണിക്കൊന്ന കണി കണ്ട് ഡെയിലി ഉണരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഷൂട്ടൊന്നുമില്ല, ഷൂട്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ വെറുതെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്ന സമയത്ത് ഞാൻ പിന്നീട് വിചാരിച്ചു നമുക്ക് ഒരു തല വാങ്ങി തലക്കറി വെക്കാമെന്ന്. മീനിൻ്റെ തലയാണേ, ഫിഷിൻ്റെ തല വാങ്ങിയിട്ട് ഒരു തലക്കറി വെച്ച് കഴിച്ചാലോ എന്നൊക്കെ ആലോചിച്ചിട്ട്, പക്ഷേ സംഭവം അങ്ങ് ചീറ്റിപ്പോയി. നേരെ പാളയം മാർക്കറ്റിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ തലയില്ല. ഞങ്ങൾ ചെല്ലുന്ന സമയം എങ്ങനെയായിരുന്നേ, നമ്മൾ ചെന്നത് 12 മണിക്ക്. അപ്പോൾ പിന്നെ അവിടെ തല കാണണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ തല കിട്ടിയില്ല. അപ്പം ഞങ്ങളൊരു ചൂര വാങ്ങി. ഒരു ചൂര എന്ന് പറയുമ്പോൾ ഒരു 4-4.5 കിലോ ഉള്ള ചൂരയായിരുന്നു. അതിനെ പകുതിയായിട്ട് മുറിച്ചിട്ട് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ സ്പെഷ്യൽ മീൻ കറി പ്രിപ്പറേഷൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു മീൻ കറിയിലേക്ക് പോവാം. നമുക്കൊരു മീൻ കറി അങ്ങോട്ട് വെച്ചേക്കാം. നാടൻ പത്തനംതിട്ടക്കാരുടെ കുടംപുളിയൊക്കെ ഇട്ടുള്ള മീൻ കറി. അപ്പോൾ നമുക്ക് മീൻ കറി വെക്കാം. ഇതാട്ടോ നമ്മൾ വാങ്ങിയ ഫിഷ്. ചൂരയാണ് വാങ്ങിയത്. പിന്നെ കപ്പയുണ്ട്, മരച്ചീനിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മരച്ചീനിയും നമ്മുടെ മീൻകറി, കുടംപുളി ഇട്ട മീൻകറി. മീൻ കഴുകിയെടുക്കണം. മീൻ കഴുകിയെടുക്കണം. പിന്നെ ആ മഞ്ഞ പാത്രം ഇങ്ങനെ നമുക്ക് ഫിഷ് കഴുകി വാരിയെടുക്കാം. ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, പിന്നെ ചെറുള്ളി വേണം. എന്നാലും ഞങ്ങൾ രാവിലെ പോയിട്ട്, രാവിലെ അല്ല, ഉച്ചയ്ക്ക് 11 മണി ആയി നമ്മൾ പോയി മീൻ തല മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോയപ്പോൾ 1 മണിക്കൂറോടെ നേരത്തെ ചെന്നിരുന്നെങ്കിൽ തല കിട്ടിയെന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത്. പക്ഷെ അത് ഭയങ്കര മണ്ടത്തരമായി പോയി എന്നുള്ളത്. തല വേണമായിരുന്നു, തല വാങ്ങാനെന്നുള്ള മോഹവുമായി പോയിട്ട് ഒരു ചൂര വാങ്ങി വന്ന ആൾക്കാരാണ് ഞങ്ങൾ. പിന്നെ പൊന്നിന്ന് വരുന്ന വഴിക്ക് ഒരു കൃഷ്ണനെ വാങ്ങിയിട്ടുണ്ട്. വിഷു ഒക്കെ വരുമല്ലേ. അപ്പോൾ അങ്ങ് പുള്ളി എവിടെ നിന്നാ പിന്നെ വന്നേ? ഹൈദരാബാദിൽ നിന്ന് വന്ന കൃഷ്ണൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഹിന്ദിക്കാരായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഹൈദരാബാദിൽ നിന്ന് ആണ് അവർ വന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് വിലയൊന്നും പേശണ്ട. അവരൊരു ഫിക്സഡ് റേറ്റ് ആണ് ഇട്ടേക്കുന്നത്. അവർ 500 പറഞ്ഞ് 200 തരുന്ന പരിപാടി അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വില പേശലൊന്നുമില്ല. അവർ ഫിക്സഡ് റേറ്റ് ആണ്. അപ്പോഴാണ് ഞങ്ങൾ ഹൈദരാബാദിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞത്. എന്താ ഹൈദരാബാദിൽ നിന്ന് വരുന്നവർക്ക് വില പേശാൻ പറ്റില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ കാര്യം എന്തായാലും കുഞ്ഞു കൃഷ്ണനെ വാങ്ങി. നമുക്ക് വിഷുവിൻ്റെ അന്ന് വീഡിയോ എടുക്കാം. ഞങ്ങളുടെ വിഷു ഒരിക്കൽ പരിപാടി നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇപ്പം എന്തായാലും സവാളയിലല്ലോ, ചെറുള്ളിയൊക്കെ പൊളിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ മീൻകറി പരിപാടിയിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ, കടക്കുകയാണ്. പിന്നെ എന്താ പരിപാടി? അതിനിടെ പൊന്നി വേറെ പരിപാടിയോട് ചെയ്യുന്നുണ്ട്. കപ്പ റെഡിയാക്കുന്നത്. പൊന്നിയോട് വലിയ ഇരുമ്പൊക്കെ എടുത്തിട്ട് പോയി അത് റെഡിയാക്കാം. ഒരു സെക്കൻഡ്, ഞാനിതൊന്ന് ചെയ്തിട്ട് ഇപ്പം ഈ ഉള്ളി പൊളിച്ച് തീർന്നിട്ട് ചെയ്തു തരും. അപ്പോൾ അവിടെ ഇടനി എന്താ വേണ്ടേ കാണിച്ച കത്തിയുണ്ട്, അരവുണ്ട്, രാഗം. ഇതാണ് സംഭവം. നമ്മളിങ്ങനെ ഉരച്ച് റെഡിയാക്കും. ഈ കത്തി അധികം ഉപയോഗിക്കാതിരുന്നിട്ട് നമുക്ക് കുരുമ്പാണല്ലോ. ഡെയിലി വൈകുന്നേരമാകുമ്പോൾ ഇവിടെ മഴക്കോളൊക്കെ വരുന്നുണ്ട്. പക്ഷെ മഴക്കോള് മാത്രമേ വരുന്നുള്ളൂ, മഴ പെയ്യുന്നില്ല.
നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും വിളിക്കുമ്പോൾ അമ്മയൊക്കെ വിളിക്കുമ്പോൾ പറയും നാട്ടിലൊക്കെ നല്ല മഴയാണ് പത്തനംതിട്ടയൊക്കെ. ഇവിടെ മഴയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ മഴക്കോളം, ഇവിടെ നമ്മുടെ ഇവിടെ പൂജപ്പുര മഴക്കോളൊക്കെ ഉള്ള സമയത്ത് സിറ്റിയിൽ എവിടെയൊക്കെയോ മഴ പെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താ സംഭവം എന്നറിയില്ല, ഇങ്ങോട്ട് മാത്രം മഴ വരുന്നില്ല. നമ്മുടെ ഐശ്വര്യമുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ടായിരിക്കും ഇല്ലേ പിന്നെ. പിന്നെ ഇവിടെ വമ്പം പരിപാടിയാണ് സുഹൃത്തുക്കളെ. ഇതാ കപ്പയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കപ്പ വേവിക്കാനല്ലേ, പിന്നെ അരിഞ്ഞ് പേർക്ക് വെട്ടി നശിപ്പിച്ച് കപ്പ ഒരു പരിവാക്കിയിട്ടുണ്ട്, എളുപ്പപ്പണി അപ്പിച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലാട്ടോ ഞങ്ങളുടെ മീൻകറി ചട്ടിയാണിത്. ഞങ്ങളുടെ മീൻകറിയൊക്കെ വെക്കുന്ന ചട്ടി ഇതാണ്. അപ്പൊ ഇനി എന്റെ പരിപാടി എന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, ഇനി പച്ചമുളക് എടുക്കണം. അപ്പൊ അതോടെ സെറ്റ് ചെയ്യാം. കുടംപുളിയാണ്. അപ്പൊ കുടംപുളി ഇട്ട് മീൻകറി ആയതുകൊണ്ട് നമ്മൾ തക്കാളി ഒഴിവാക്കിയേ. പിന്നെ പറഞ്ഞു കുടംപുളി ഇട്ട മീൻകറിക്ക് തക്കാളി വേണ്ട. അപ്പൊ നമ്മളുടെ തന്നെ അപ്പയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, ഇത് നല്ല ഉണങ്ങി വീട്ടിൽ തന്നെ ഉണ്ടായ കുടംപുളി ഉണക്കിയെടുത്തതാണ്. അപ്പൊ തന്നെ നമ്മള് കുടംപുളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, ഇനി പച്ചമുളക് കൂടെ എടുക്കുക. നമ്മൾ അടുത്ത കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമ്മൾ പച്ചമുളക് എടുത്തു. നമ്മള് അടുത്ത പരിപാടി എന്ന് വെച്ചാല്, നെക്സ്റ്റ് പരിപാടി നമ്മളുടെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ഐറ്റംസ് എല്ലാം ഒന്ന് വറക്കണം. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി എടുക്കാമേ. നമ്മൾ എരിയുടെ ആൾക്കാരായതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനധികം മുളക് പൊടി വേണം. നമുക്ക് എരി ഒരു വീക്ക്നെസ് ആയിപ്പോയി, അതുകൊണ്ട് അത്യാവശ്യം നല്ല പോലെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മറ്റേ 5 ടീസ്പൂൺ 4 ടീസ്പൂൺ 13 ടീസ്പൂൺ ഈ പരിപാടിയൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ കണ്ണിന് പിടിക്കുന്ന ലെവലിൽ ഞാനിട്ടു. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരുപാട് മല്ലിപ്പൊടി വേണ്ട, അല്പം മല്ലിപ്പൊടി, വളരെ കുറച്ച് മല്ലിപ്പൊടി. അപ്പോൾ നമ്മൾ ചീനിച്ചട്ടി വെച്ചു. ഇതാണ് നമ്മുടെ വറക്കുന്ന മുളക് വറക്കുന്ന ചീനിച്ചട്ടി. എന്നിട്ട് നമുക്ക് കുറച്ച് തീ കത്തിച്ചില്ല. അവസാനം തീ കത്തിക്കാതെ ഞാനിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. തെറിപ്പിക്കരുതല്ല പോന്നോ. കപ്പയും പുള്ളിനെ ഞാനും പുള്ളിനെ. അപ്പൊ നല്ലപോലെ വറുത്ത മുളക് പൊടി ഒന്ന് അരച്ചെടുക്കും. അടുപ്പ് കത്തിച്ചു, നമ്മൾ ചട്ടി വെച്ചു. കപ്പ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. കപ്പ ഇങ്ങനെ വട്ടം കറക്കിയാൽ താഴെ ഇരുന്നിട്ട് ചെയ്താൽ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. ചട്ടി ഒന്ന് ചൂടായി വന്നു. ചട്ടി ചൂടാവാൻ കുറച്ച് സമയം, മൺചട്ടി ആയതുകൊണ്ട് ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ സമയം എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ എണ്ണ ഒന്ന് ചൂടാകുന്നത് വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ നമുക്ക് കടുകിടാം. കടുക് പൊട്ടുന്നു.
നന്നായിട്ട് വഴണ്ട് വരുന്നത് പോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളകിക്കൊണ്ടിരിക്കുകയാണ്. തീ അല്പം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണോടാ മീൻകറി ഉണ്ടാക്കണ്ടേന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നത് എന്നേ എനിക്ക് ഉത്തരം പറയാൻ പറ്റൂ. ഇതുവരെ അങ്ങനെ ഒരു മോശം എന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് ഇന്നത്തെ മീൻകറി വിജയിക്കുകയോ പരാജയപ്പെടുമെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഇത് നമ്മൾ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് എൻ്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ വേണം പറയേണ്ടി വരും. ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങോട്ട് മൂത്ത് വരുന്നൊരു മണമുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് വഴണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴറ്റി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ഇടുകയാണ്. ചിലർ കറി തിളച്ച് വരുമ്പോഴാണ് പുളി ഇടുന്നത്, ചിലർ ഇങ്ങനെ ഇടുന്നവരും. ഞാൻ ഇങ്ങനെയാണ്. ഒന്ന് വഴുന്നതിനോടൊപ്പം തന്നെ ആ പുളി ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തിട്ട് അങ്ങ് ഇളക്കും. പിങ്ക് സോൾട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം കുറച്ച് ഉപ്പ് നമ്മളിട്ടു. പിങ്ക് സോൾട്ട് നല്ല ഈ ഉപ്പിന് ഭയങ്കര ഉപ്പാണ്, അതുകൊണ്ട് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് പിന്നെ വേണം ഇടാം. ഇപ്പം എന്തായാലും ഉപ്പ് നമ്മളിട്ടു, ഒന്ന് ഇളക്കി കൊടുത്തു. നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ മീൻകറി വെക്കാനുള്ള പകുതി പരിപാടികളെല്ലാം സെറ്റ് ചെയ്തു. മീൻചട്ടിയിൽ നമ്മൾ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് അടച്ചു വെച്ചു. സംഭവം കുറച്ച് നേരം പണിയെടുത്തുള്ളെങ്കിലും ചൂട് കാരണം നന്നായിട്ട് വേർക്കുന്നു. പിന്നെ ഇവിടെ അടിപൊളിയായിട്ട് കപ്പ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നീട് കപ്പ നമ്മൾ ചുവാന സൈഡിലൊക്കെ കപ്പ ഇത് കണ്ടോ, ചുവാന സൈഡിലൊക്കെ കപ്പ എന്ന് പറയുന്നത് നല്ല കൊഴിഞ്ഞങ്ങ് വെള്ളം പോലെ ആവും. ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ, എല്ലായിടത്തും ആണെന്ന് അറിയില്ല. മാക്സിമം ഞാൻ കണ്ടിട്ടുള്ള ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുള്ളതൊക്കെ അങ്ങനെ. പക്ഷെ നമ്മളെന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പത്തനംതിട്ട സൈഡിലോട്ടൊക്കെ ഇങ്ങനെയാണ് കപ്പ വേവിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്, ഒട്ടും നമ്മൾ വെള്ളം പോലെ ആക്കില്ല, ഇങ്ങനെ ഇരിക്കും. ഇതിൽ മീൻ ഇതങ്ങോട്ട് എടുത്ത് മീൻ ചാറിൽ മുക്കിയിട്ട് കഴിക്കണാകുമ്പോൾ എന്നാ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതാ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇടാം. നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഫിഷിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇടുക. ഇതാട്ടോ ഞങ്ങളുടെ തുടുപ്പെന്നാ പറയാ. നിങ്ങൾ ഇതിനെന്താ പറയാ, എന്താ പേര് പറയുന്നത് എന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കാര്യം നമ്മുടെ നാട്ടിൽ ഇത് തുടുപ്പെന്ന് പറയും. കപ്പ ഇളക്കുന്ന അല്ലെങ്കിൽ മരച്ചീനി ഇളക്കുന്ന തുടുപ്പെന്നാണ് ഇതിന് പറയാ. ഇത് ശരിക്കും സംഭവം ഇത് മരച്ചീനി കമ്പ് തന്നെയാന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ തുടുപ്പ്. ഇതിനെന്താ നിങ്ങളുടെ നാട്ടിൽ പറയാന്ന് പറയാം. അങ്ങനെ നമ്മുടെ മീൻകറി നല്ല തിളച്ച് തലയായിട്ടിരിക്കുകയാണ്. പിന്നെ എന്താ അവസ്ഥ? ആര് പറ്റണം? അപ്പോൾ മീൻകറി പറ്റണമെന്ന മോഹവുമായി പൊന്നി മീൻകറിയെ ലക്ഷ്യമാക്കി നോക്കിയതാ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നെങ്ങാണോ അത് പറ്റൂ. നമ്മുടെ മീൻകറി തിളച്ച് മറിയുന്നു. അവിടെ കപ്പ ഇരുന്ന് ചൂടാറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഇത് ഒന്ന് വെന്ത് കിട്ടിയാൽ നമ്മൾ ഉടനെ കഴിക്കുന്നതാണ്. അങ്ങനെ മീൻകറി സെറ്റായിരിക്കുകയാണ്. ഇനി നമുക്ക് കഴിക്കാനുള്ള പരിപാടി നോക്കിയാലോ. അപ്പോൾ കഴിക്കാം. അപ്പോൾ എന്നാൽ പിന്നെ ഓഫ് ചെയ്തോ. അപ്പോൾ നമുക്ക് കപ്പ കൂട്ടി നമ്മുടെ മീൻകറി തിന്നാം. ഓക്കെ. അങ്ങനെ നമ്മൾ കപ്പയും മീൻകറിയും കഴിക്കാൻ പോവാണ്. തലക്കറി കഴിക്കണമെന്ന മോഹവുമായിട്ട് നമ്മൾ ആഗ്രഹിച്ച് തലക്കറി വെക്കാൻ മേടിക്കാൻ പോയിട്ട് മേടിക്കാൻ പറ്റാതെ അവസാനം ചൂര മേടിച്ച് ചൂരക്കറി വെച്ച്
കപ്പയും കൂട്ടി കഴിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് നല്ല മീൻ ചാറ് കൂട്ടി. മീനിൻ്റെ ചാറ് കുറച്ചുകൂടി വറ്റണം. പക്ഷെ നമുക്ക് ഇച്ചിരി ചാറ് വേണ്ടതായതുകൊണ്ട് നമ്മൾ ചാറായിട്ട് തന്നെ എടുത്തു. ഇനി വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതാ കപ്പയും ഇങ്ങനെ മീനിൽ മുക്കി നമ്മൾ കഴിക്കാൻ പോവാം. ആഹാ, കൊള്ളാവോ? ഇനി കേൾക്കുന്നില്ല. കപ്പ ഞാനല്ലേ വെച്ചത്, പിന്നെ കൊള്ളാതിരിക്കും. മീൻകറി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അപ്പം കൊള്ളാവോ? അപ്പം എന്തായാലും അപ്പം നമ്മൾ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം, കപ്പയും മീൻകറി. അപ്പം എന്തായാലും ചുമ്മാ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുത്ത കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാനിതൊന്ന് കഴിച്ചു തീർക്കട്ടെ. ടാറ്റാ. ഞാൻ കഴിക്കുന്നത് ഓക്കെ, ബൈ.